സാനുമാഷിന്റെ നവതി ആഘോഷത്തോട് അനുബന്ധിച്ച് കൊച്ചിയിൽ പൗരാവലി നൽകുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. ഇപ്പോൾ മമ്മൂട്ടി സംസാരിക്കുകയാണ് തത്സമയം. സാനുമാസ്റ്റർ എന്ന വ്യക്തിയുടെ നവതിക്കപ്പുറത്തേക്ക് ഒരു കാലഘട്ടത്തിൻ്റെ, ഒരു വലിയ സമൂഹത്തിൻ്റെ അറിവിൻ്റെ നവതിയാണ്. ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളെക്കുറിച്ചും ഓർക്കുകയും അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേരുകയും ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ചൊരിക്കുന്നു. അദ്ദേഹത്തിന് എൻ്റെ സ്നേഹപൂർവ്വമുള്ള നവതി പ്രണാമങ്ങൾ. സാനുമാഷ് രചിച്ച കൃതികളുടെ ഒരു നീണ്ട പട്ടിക ഈ ചടങ്ങിൻ്റെ പ്രാരംഭത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ്. ഇനി നവതി വർഷത്തിലും അദ്ദേഹത്തിൻ്റെ രചന സബര്യ മുന്നോട്ട് പോകുന്നതിൽ നമ്മൾ വളരെയധികം സന്തുഷ്ടരാണ്. ആ പട്ടികയിലെ ഏറ്റവും പുതിയ പുസ്തകം ദുരന്ത നാടകം അജയ്യതയുടെ അമരഗീതം ഈ വേദിയിൽ പ്രകാശനം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ കേരളത്തിന് അഭിമാനമായ സിനിമാ താരം മമ്മൂട്ടിക്ക് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം ഇവിടെ നിർവഹിക്കുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് പ്രമുഖ കഥാകാരനുമായ വൈശാഖൻ മാസ്റ്ററെ ക്ഷണിക്കുന്നു. സാനുമാഷിന്റെ നവതി ആഘോഷത്തിന് കൊച്ചിയിൽ പൗരാവലി നൽകിയ സ്വീകരണം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ CBI അറസ്റ്റ് ചെയ്ത മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗിയെ റിമാൻഡ് ചെയ്തു. 7 ദിവസത്തെ CBI കസ്റ്റഡി കാലാവധി തീർന്നതോടെയാണ് മുൻ സേനാ മേധാവിയെ ഡിസംബർ 30 വരെ റിമാൻഡ് ചെയ്തത്. SP ത്യാഗി ബന്ധു സഞ്ജീവ് ത്യാഗി, അഭിഭാഷകൻ ഗൗതം ഖെയ്താൻ എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സൈനിക തലവനായിരുന്ന വ്യക്തി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലാകുന്നത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ CBI അറസ്റ്റ് ചെയ്ത മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗിയെ ഡിസംബർ 30 വരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. നേരത്തെ CBIയുടെ ആവശ്യപ്രകാരം ചോദ്യം ചെയ്യാനായി 7 ദിവസം മുൻ വ്യോമസേനാ മേധാവിയെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. കസ്റ്റഡി കാലാവധി തീർന്നതോടെയാണ് മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗി, ബന്ധു സഞ്ജീവ് ത്യാഗി, അഭിഭാഷകൻ ഗൗതം ഖേത്താൻ എന്നിവരെ റിമാൻഡ് ചെയ്തത്. ഇവരുടെ ജാമ്യാപേക്ഷ ഈ ബുധനാഴ്ച ദില്ലി പ്രത്യേക കോടതി പരിഗണിക്കും. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ കരാർ ഇറ്റാലിയൻ കമ്പനിക്ക് ഉറപ്പിക്കാൻ ഹെലികോപ്റ്ററിന് പറക്കാവുന്ന ഉയരം 6000 മീറ്ററിൽ നിന്ന് 4500 മീറ്ററാക്കി ചുരുക്കിയിരുന്നു. ഇത്തരം ഇളവുകൾ അനുവദിച്ചത് SP ത്യാഗി വ്യോമസേനാ മേധാവിയായിരുന്ന സമയത്താണ്. പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്ന് നിരന്തരം മാനദണ്ഡങ്ങൾ തിരുത്താൻ സമ്മർദ്ദമുണ്ടായി എന്നും മുൻ വ്യോമസേനാ മേധാവി കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സെക്രട്ടറിയും മലയാളിയുമായിരുന്ന GK പിള്ള എന്നിവരെ CBI ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ പുനർവിചാരണയ്ക്ക് ഇറ്റാലിയൻ പരമോന്നത കോടതി ഉത്തരവിട്ടു. കമ്പനി മേധാവിയെ 4.5 വർഷം തടവിന് ശിക്ഷിച്ചത് മരവിപ്പിച്ച് വീണ്ടും ചോദ്യം ചെയ്യാനാണ് കോടതി ഉത്തരവ്. അതേസമയം നാഷണൽ ഹെറാൾഡ് ഭൂമി ഇടപാട് കേസ് CBIക്ക് കൈമാറാൻ ഹരിയാന സർക്കാർ തീരുമാനിച്ചു. രാഷ്ട്രീയ പകപോക്കൽ എന്നാണ് കോൺഗ്രസ് പ്രതികരിച്ചത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ കരാർ നേടിയെടുക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി നൽകിയെന്ന് കണ്ടെത്തിയാണ് ഇറ്റാലിയൻ കോടതി നേരത്തെ കമ്പനി മേധാവി ഗീസ ഫോർസിയെ ശിക്ഷിച്ചത്. കമ്പനി CEO ഗീസ ഫോർസിയെ 4.5 വർഷത്തെ തടവിനാണ് 8 മാസം മുമ്പ് ഇറ്റാലിയൻ കോടതി വിധിച്ചത്. ഇതിന് പിന്നാലെയാണ് ശിക്ഷ മരവിപ്പിച്ച് പുനർവിചാരണ നടത്താൻ ഇറ്റാലിയൻ പരമോന്നത കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിന്റെ ഡയറി കുറിപ്പിൽ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന് ഇടപാടുറപ്പിക്കാൻ കോടികൾ നൽകിയെന്നും AP എന്ന ആൾക്ക് ഇതിന് ചുക്കാൻ പിടിച്ചെന്നും വെളിപ്പെടുത്തിയിരുന്നു. AP എന്നത് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ എന്നാണ് CBI കരുതുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേസിൽ പുനർവിചാരണ ഇറ്റലിയിൽ നടക്കുക. കരാർ ഉറപ്പിക്കാൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് CBI അറസ്റ്റ് ചെയ്ത വ്യോമസേനാ മേധാവി കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു.
അതേസമയം നാഷണൽ ഹെറാൾഡ് കേസിൽ അസോസിയേറ്റ് ജേർണൽസിന് ഭൂമി വാങ്ങിയ ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ CBI അന്വേഷണം നടത്താൻ ഹരിയാന സർക്കാർ തീരുമാനിച്ചു. എന്നാൽ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിടാത്തതിൽ പ്രതിപക്ഷ ഐക്യം തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇറ്റലിയിൽ വീണ്ടും പുനർവിചാരണ ആരംഭിക്കുന്നത്. വിചാരണ ഇറ്റലിയിലെങ്കിലും രാഷ്ട്രീയ പ്രതിധ്വനികൾ ഇന്ത്യയിൽ തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രിക്കെതിരെ അഴിമതിക്ക് തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടും പുറത്തുവിടാത്ത രാഹുൽ ഗാന്ധിയുടെ നിലപാടിൽ കോൺഗ്രസിനകത്തും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും കടുത്ത അമർഷം. രാഹുൽ തെളിവുകൾ എപ്പോൾ പുറത്തുവിടുമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചു. അതേസമയം അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട കേസുകളിൽ കേന്ദ്രം അന്വേഷണം ഊർജിതമാക്കിയത് ഹൈക്കമാൻഡിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അഴിമതിയുടെ കാര്യത്തിൽ രാഹുലും മോദിയും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്ന തരത്തിലുള്ള ചർച്ചയും സജീവമാണ്. ഇപ്പോൾ സാനുമാഷിന് അവധി ആഘോഷത്തിൽ പൗരാവലി നൽകിയ സ്വീകരണം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. സാനുമാഷ് സംസാരിക്കുന്നു തത്സമയം. ഒരിക്കൽ കൃതജ്ഞത എന്ന വാക്കിനെക്കുറിച്ച് അസംബ്ലിയിൽ ചർച്ച നടന്നു. ആ വാക്കിനെക്കുറിച്ച് മാത്രം. അപ്പോൾ ഒരു MLA തൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാതെ വിളിച്ചു പറഞ്ഞു, നന്ദി പട്ടിക്ക് മാത്രമേ ഉള്ളൂ, മനുഷ്യനുള്ളതല്ല എന്ന്. പറഞ്ഞത് മറ്റാരുമല്ല, എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന നമ്മുടെ ഈ മുൻ മുഖ്യമന്ത്രി ശ്രീ C. കേശവനാണ്. നന്ദി അല്ലെങ്കിൽ കൃതജ്ഞത മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാഗമാണോ എന്നത് ചിന്തകന്മാർക്കിടയിൽ ഇപ്പോഴും തർക്ക വിഷയമാണ്. അല്ല എന്ന് പറയുന്നവർ ധാരാളമുണ്ട്. എങ്കിലും മനുഷ്യ സ്വഭാവത്തിൻ്റെ സഹജഭാവങ്ങളിലൊന്ന് കൃതജ്ഞതയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ആ കൃതജ്ഞത എറണാകുളം നഗരം എന്നിലർപ്പിച്ച സ്നേഹത്തിൻ്റെ മുമ്പാകെ എങ്ങനെ സമർപ്പിക്കണം എന്നെനിക്കറിയില്ല. എങ്കിൽ തന്നെയും ഹൃദയം നിറഞ്ഞ കൃതജ്ഞത അത്യന്തം വിനയത്തോടുകൂടി എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കുന്നു. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നിങ്ങളും ഞാനും എപ്പോഴും ആലോചിക്കുന്നവരാണ്. നമ്മളെല്ലാം ജീവിക്കുന്നവരായതുകൊണ്ട് അതിൻ്റെ സുപ്രധാനമായ സ്വഭാവം എന്ത് എന്നതിനെക്കുറിച്ച് ധാരാളം തർക്കങ്ങളുണ്ട്. എങ്കിലും എല്ലാ മതങ്ങളും എല്ലാ ദർശനങ്ങളും ദുഃഖ നിവാരണത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്. ഇന്നുവരെയുള്ള എല്ലാ ചിന്തകന്മാരും. ശ്രീബുദ്ധൻ പണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനോട് പറഞ്ഞു, ഈ ലോകത്തിൽ, നല്ല വാക്യമാണ്, ഹൃദയസ്പൃക്കായ വാക്യമാണ്, ഈ ലോകത്തിൽ മനുഷ്യൻ ചൊരിയുന്ന കണ്ണുനീര് സപ്തസാഗരങ്ങളിലെ ഉപ്പുവെള്ളത്തേക്കാൾ അധികമാണ് എന്ന്. അതാണ് ജീവിത സത്യമായി അദ്ദേഹം കണ്ടത്. അതുകൊണ്ട് ജീവിത ലക്ഷ്യമായി അദ്ദേഹം സ്വീകരിച്ചത് ദുഃഖ നിവാരണം. ദുഃഖം എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം, ആളുകളെ ദുഃഖ നിർമുക്തരാക്കി എങ്ങനെ ജീവിതത്തിൽ സുഖത്തിൻ്റെ നുറുങ്ങെങ്കിലും അനുഭവിക്കാൻ പ്രാപ്തരാക്കി തീർക്കാം, അതിന് മാർഗങ്ങൾ അനേകമാണ്, എണ്ണിയാലൊടുങ്ങാത്ത വിധം അനേകമാണ്. അതാണ് നമ്മെ പലപ്പോഴും നമ്മുടെ കർമ്മങ്ങളിൽ നയിക്കുന്നത്, നമ്മെ പ്രേരിപ്പിക്കുന്നത്. പലരും പല മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ശ്രീ പിണറായി വിജയൻ നല്ല വിദ്യാർത്ഥിയായിരുന്നു, സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു, ബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ പഠനത്തിൽ വൈഭവം നേടി വേണമെങ്കിൽ ഉയർന്ന പദവികളിൽ, ഔദ്യോഗിക പദവികളിൽ എത്തിച്ചേരാമായിരുന്നു. അതിനു പകരം എന്തുകൊണ്ട് അദ്ദേഹം തീച്ചൂളയിലൂടെ സഞ്ചരിക്കുന്നതിന് മുതിർന്നു? അദ്ദേഹം ദുഃഖ നിവാരണത്തിന് കണ്ട മാർഗം വ്യവസ്ഥിതി മാറ്റുക എന്നതാണ്. വ്യവസ്ഥിതി മാറ്റുന്നതിന് വേണ്ടി തനിക്ക് അഭിമതമായ വർഗരഹിത സമുദായം സൃഷ്ടിക്കുന്നതിന് വേണ്ടി താൻ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ അദ്ദേഹം പ്രവർത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് നാനാവിധമായ പീഡനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നത്. അത് രോഗ ദുഃഖം പരിഹരിക്കുന്നതിന് അദ്ദേഹം കണ്ടെത്തിയ മാർഗമാണ്. മുഖ്യമന്ത്രിയായതിനു ശേഷവും അദ്ദേഹത്തിൽ ആ വീക്ഷണം വികസിക്കുകയാണ് ചെയ്തത്.
ഇന്ന് പരിസ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം ബോധവാനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണത്. എറണാകുളം നഗരത്തിൽ ജീവിക്കുന്ന നമുക്ക് അതറിയാം. മാലിന്യം നിറഞ്ഞ നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ഭക്ഷ്യസാധനങ്ങൾ. പ്രധാനമന്ത്രിക്കെതിരെ അഴിമതിക്ക് തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടും പുറത്തുവിടാത്ത രാഹുൽ ഗാന്ധിയുടെ നിലപാടിൽ കോൺഗ്രസിനകത്തും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും കടുത്ത അമർഷം. രാഹുൽ തെളിവുകൾ എപ്പോൾ പുറത്തുവിടുമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചു. അതേസമയം അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട കേസുകളിൽ കേന്ദ്രം അന്വേഷണം ഊർജിതമാക്കിയത് ഹൈക്കമാൻഡിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. അഴിമതിയുടെ കാര്യത്തിൽ രാഹുലും മോദിയും തമ്മിൽ ഒത്തുകളിയാണ് എന്ന തരത്തിലുള്ള ചർച്ചയും സജീവമാണ്. നോട്ട് അസാധുവാക്കിയ നടപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഴിമതിക്ക് തെളിവുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. എന്നാൽ 2 ദിവസം പിന്നിട്ടിട്ടും തെളിവുകൾ പുറത്തുവിട്ടില്ലെന്ന് മാത്രമല്ല, അനവസരത്തിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഈ അവസരത്തിൽ പ്രധാനമന്ത്രിയുമായി കൈകൊടുക്കാൻ പോകരുതെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ അഭ്യർത്ഥന തള്ളിയാണ് രാഹുലും സംഘവും മോഡിയെ കണ്ടത്. NCP, BSP, SP എന്നീ പ്രതിപക്ഷ പാർട്ടികൾ കൂടിക്കാഴ്ചയിൽ പരസ്യമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. രാഹുലിന്റെ നിലപാടുകൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ കലാപക്കൊടി ഉയർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കെതിരെ തെളിവുണ്ടെന്ന് പറഞ്ഞതും മോഡിയുമായി കൂടിക്കാഴ്ച നടത്തിയതും രാഹുലിന്റെ അപക്വമായ തീരുമാനവും എടുത്തുചാട്ടവുമായിരുന്നു എന്ന അഭിപ്രായമാണ് പാർട്ടിയിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾക്കുള്ളത്. പാർലമെന്റിൽ കോൺഗ്രസിന്റെ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗുലാം നബി ആസാദിനും ആനന്ദ് ശർമ്മയ്ക്കും ഉൾപ്പെടെ അമർഷമുണ്ടെന്നാണ് സൂചന. അതേസമയം അഗസ്റ്റ വെസ്റ്റ്ലാൻഡ്, നാഷണൽ ഹെറാൾഡ്, റോബർട്ട് വദ്രയുടെ ഭൂമി ഇടപാടുകൾ തുടങ്ങി അഴിമതി കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കി കേന്ദ്രം കോൺഗ്രസിന് ആഘാതം ഏൽപ്പിച്ചതാണ് രാഹുലിന്റെ മൗനത്തിന് കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു. അഴിമതിക്കാര്യത്തിൽ രാഹുലും മോഡിയും തമ്മിൽ ധാരണയിലെത്തിയെന്ന ചർച്ചകളും സജീവമാണ്. വരും ദിവസങ്ങളിലും രാഹുൽ പ്രഖ്യാപിച്ച തെളിവ് പുറത്തുവിടാതിരുന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ അത് സാരമായി ബാധിക്കും. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലി എയിംസ് ആശുപത്രിയിൽ രോഗികളെ പിഴിഞ്ഞ് ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ പരിഷ്കാരം. ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ രജിസ്ട്രേഷൻ ഫീസ് 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ആധാർ കാർഡ് ഉടമകൾക്ക് സൗജന്യ രജിസ്ട്രേഷൻ അനുവദിക്കും. രജിസ്ട്രേഷൻ ഫീസ് പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന കേന്ദ്ര സർക്കാർ നയത്തിന് പിന്തുണ നൽകാനാണ് എയിംസിൽ പുതിയ പരിഷ്കാരം നടപ്പാക്കുന്നത്. ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ രജിസ്ട്രേഷൻ ഫീസ് 10 ഇരട്ടി കൂട്ടി. നിലവിൽ 10 രൂപയുള്ള സ്ഥാനത്താണ് ജനുവരി 1 മുതൽ 100 രൂപ ഈടാക്കുന്നത്. അതേസമയം ആധാർ കാർഡ് ഉള്ളവർക്ക് രജിസ്ട്രേഷൻ സൗജന്യമാക്കി. രജിസ്റ്റർ ചെയ്ത രോഗികൾക്ക് യൂണിക് ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ കാർഡ് നൽകുകയാണ് ഇപ്പോഴത്തെ പതിവ്. UHID നമ്പർ ആധാർ നമ്പറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വിജ്ഞാപനം ഇറക്കണമെന്ന് എയിംസ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. രോഗികളെ പിഴിയാനുള്ള എയിംസിന്റെ തീരുമാനം ദൗർഭാഗ്യകരമാണെന്നും സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നും PK ബിജു MP പറഞ്ഞു. പൊതുജനങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ആധാറുമായി നിർബന്ധിതമായി കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ മേൽ അമിത ചാർജ് ഏർപ്പെടുത്താനുള്ള തീരുമാനം. ഇത് അടിയന്തിരമായി പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രീപെയ്ഡ് കാർഡും എയിംസ് പുറത്തിറക്കും. ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ഫീസ് കുത്തനെ കൂട്ടിയതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതെല്ലാം നല്ല കാര്യം തന്നെ. എന്നാൽ പാവപ്പെട്ട രോഗികളുടെ ആശ്രയ കേന്ദ്രമായ എയിംസ് ആശുപത്രിയെ തന്നെ ഇതിന്റെ പരീക്ഷണ കേന്ദ്രമായി മാറ്റണോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ദില്ലിയിലെ എയിംസ് ആശുപത്രിക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M. സന്തോഷ്. DCC പുനഃസംഘടനയിൽ പരസ്യ വിമർശനവുമായി MM ഹസൻ. പുനഃസംഘടനയിൽ ഹൈക്കമാൻഡിന് വീഴ്ച പറ്റി, ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിച്ചില്ലെന്നും ഒരു വിഭാഗത്തിന് അപ്രമാദിത്വം ലഭിച്ചുവെന്നും ഹസൻ വയനാട് പറഞ്ഞു. പരിചയസമ്പന്നരാണ്, യുവാക്കളാണ്. പക്ഷേ എല്ലാ സമവാക്യങ്ങളും പാലിക്കുന്നതിൽ ഹൈക്കമാൻഡിന് തീർച്ചയായിട്ടും പരാജയം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു വിഭാഗത്തെ ആ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള തൃപ്തിയില്ല. AICC ആയി പ്രഖ്യാപിച്ചു വന്നപ്പോൾ ഒരു വിഭാഗത്തിന് അപ്രമാദിത്വമുള്ള ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിലുള്ള തൃപ്തിക്കുറവ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാംസൺ ബിൽഡേഴ്സ് ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസ് അന്വേഷണം കൂടുതൽ സിനിമാ താരങ്ങളിലേക്കും നീളുന്നു. അറസ്റ്റിലായ സിനിമാ താരം ധന്യ മേരി വർഗീസ് ഉൾപ്പെടെയുള്ള പ്രതികൾ പലരിൽ നിന്നും തട്ടിയെടുത്ത കോടികൾ ഉപയോഗിച്ച് കൊച്ചിയിലും ബാംഗ്ലൂരിലും ഭൂമിയും ഫ്ളാറ്റും വാങ്ങിയതായി പോലീസിന് സൂചന ലഭിച്ചു. അതേസമയം കേരളത്തിൽ ഇവർ ഭൂമി വാങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ രജിസ്ട്രേഷൻ IG ക്കും അന്വേഷണ സംഘം അപേക്ഷ നൽകി.
സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ ഫ്ളാറ്റുകളും വില്ലകളും നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ ആവശ്യക്കാരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത കേസിൽ പ്രതികളായ നടി ധന്യ മേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പലരിൽ നിന്നായി ഇവർ തട്ടിയെടുത്ത 130-ലധികം കോടി രൂപ ഉപയോഗിച്ച ധന്യ മേരി വർഗീസും ഭർത്താവും നടനുമായ ജോൺ ജേക്കബും കൊച്ചിയിലും ബാംഗ്ലൂരിലും വസ്തുക്കളും ഫ്ളാറ്റും വാങ്ങിക്കൂട്ടിയതായി പോലീസിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കാനും ഊർജിതമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇവർ ഭൂമിയോ ഫ്ളാറ്റോ വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അന്വേഷണ സംഘം രജിസ്ട്രേഷൻ ഐജിക്ക് കത്ത് നൽകി. ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകും. തിരുവനന്തപുരത്ത് ധന്യയ്ക്ക് 3 ഫ്ളാറ്റുകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. തങ്ങൾ തട്ടിയെടുത്ത പണം വസ്തുക്കളും ഫ്ളാറ്റുകളും വാങ്ങിക്കാൻ ഉപയോഗിച്ചുവെന്ന് ചോദ്യം ചെയ്യലിൽ 3 പ്രതികളും പറഞ്ഞിട്ടുണ്ട്. ധന്യ മേരി വർഗീസ്, ഭർത്താവും നടനുമായ ജോൺ ജേക്കബ് എന്നിവർ തങ്ങളുടെ താരപരിവേഷം തട്ടിപ്പിനായി പ്രയോജനപ്പെടുത്തി. ധന്യ മേരി വർഗീസ് കമ്പനി ഡയറക്ടർ എന്ന തരത്തിലുള്ള ബ്രൗഷറുകൾ നൽകി തട്ടിപ്പ് നടത്തിയെന്നതും പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി റിമാൻഡിലുള്ള ധന്യ മേരി വർഗീസ്, ജോൺ ജേക്കബ്, സാമുവൽ ജേക്കബ്, ജേക്കബ് സാംസൺ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. അതേസമയം തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ചില സിനിമാ താരങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതിനിടെ ഫ്ളാറ്റ് തട്ടിപ്പിനിരയായവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോട്ടയം നാട്ടകം പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ 8 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. പോലീസ് കോളേജ് പ്രിൻസിപ്പലിന്റെ മൊഴി രേഖപ്പെടുത്തി. അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്ന് പോലീസ്. നാട്ടകം പോളിടെക്നിക് കോളേജിലെ റാഗിംഗ് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 8 വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അഭിലാഷ് ബാബു, മനു എസ്, നിതിൻ പി, പ്രവീൺ പി, ശരൺ കെ എം, ജെറിൻ കെ പൗലോസ്, ജയപ്രകാശ് പി ബി, റൈസൻ ടി ടി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. അക്കാദമിക് കൗൺസിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളെ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ CG അനിത പറഞ്ഞു. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 8 കുട്ടികളെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അനിശ്ചിതകാലത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. റാഗിങ്ങിനിരയായ തൃശൂർ സ്വദേശി അവിനാശിന്റെയും ചേരാനല്ലൂർ സ്വദേശി ഷൈജു ഡി ഗോപിയുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പട്ടികജാതിക്കാർക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ചങ്ങനാശ്ശേരി CI ബിനു വർഗീസ് പറഞ്ഞു. 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന് അവിനാശിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലും ഒന്ന് ആദ്യം കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലും 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ കേസിൽ SC/ST ആക്ടിലൂടെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. നാട്ടകം പോളിടെക്നിക് ക്യാമ്പസിലെത്തിയ പോലീസ് കോളേജ് പ്രിൻസിപ്പലിന്റെ മൊഴി രേഖപ്പെടുത്തി. ആൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ ചുമതലയുള്ള റെസിഡന്റ് ട്യൂട്ടർ PG നിതീഷിൽ നിന്ന് പോലീസ് ഫോൺ വഴി വിവരങ്ങൾ ശേഖരിച്ചു. കേസിൽ പ്രതികർക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ മേൽവിലാസവും കോളേജ് അധികൃതരിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇന്ത്യയിലെ പരിസ്ഥിതി മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ FEJയും ബംഗളൂരു ആസ്ഥാനമായുള്ള വാന ഗവേഷണ ഏജൻസിയായ എട്രിയും ചേർന്ന് പരിസ്ഥിതി മാധ്യമ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ മാധ്യമ ഫെലോഷിപ്പ് പീപ്പിൾ TV സീനിയർ ന്യൂസ് എഡിറ്റർ K രാജേന്ദ്രന് കാലാവസ്ഥാ വ്യതിയാനം പശ്ചിമഘട്ട മലനിരകളിൽ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയാണ് ഫെലോഷിപ്പ് തുക. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ദീർഘകാല സാമൂഹിക ഉത്തരവാദിത്ത പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച SIB സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. ശ്രീധരനാണ് 42 വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത്. കുട്ടികൾ, സ്ത്രീകൾ, പ്രായമായവർ, ഭിന്നശേഷിയുള്ളവർ തുടങ്ങിയവരുടെ തൊഴിൽപരമായ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും ഉപജീവനം സാധ്യമാക്കുന്നതിനുമുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കോളർഷിപ്പ് ആരംഭിച്ചത്. ചടങ്ങിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് MDയും CEOയുമായ വിജി മാത്യു, ജനറൽ മാനേജർ VL പോൾ, ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നല്ല തീർത്ഥാടനം, ഇതാണ് ശബരിമലയിൽ പുണ്യം പൂങ്കാവനം പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. അയ്യപ്പന്റെ പൂങ്കാവനത്തെ മാലിന്യമുക്തമാക്കുന്നതിനായി ആയിരങ്ങളാണ് പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായി ഓരോ വർഷവും പ്രവർത്തിക്കുന്നത്. മാലിന്യമുക്തമായ തീർത്ഥാടനമെന്ന ലക്ഷ്യത്തോടെ സന്നിധാനത്ത് അയ്യപ്പ ഭക്തന്മാരാൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനമാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. ജഡ്ജി മുതൽ തെരുവോരങ്ങളിൽ ജോലി ചെയ്യുന്നവർ വരെ ശബരിമലയിലെത്തിയാൽ ഇതിന്റെ ഭാഗമാകും. മാലിന്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന ശബരിമലയുടെ മുഖഛായ തന്നെ മാറ്റിമറിക്കാൻ പോന്നതാണ് പദ്ധതി. പുണ്യം പൂങ്കാവനത്തിന്റെ നോഡൽ ഓഫീസർ P വിജയൻ IPS. ഇനിയും കുറെ കാലം കൂടെ കഴിയുമ്പോൾ ഓരോരോ അയ്യപ്പ ഭക്തന്റെ മനസ്സിൽ ഇവിടെ ഒരു തുണ്ട് വേസ്റ്റ് പോലും ഇടരുത് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ ശ്രദ്ധ ശ്രമിക്കുന്ന കാര്യം.
കേവലമായ മാലിന്യ നിർമ്മാർജ്ജനം മാത്രമല്ല പദ്ധതിയുടെ ലക്ഷ്യം. ബോധവൽക്കരണം മുതൽ പുതിയ തീർത്ഥാടന സംസ്കാരം രൂപപ്പെടുത്തുന്നതിലും പദ്ധതി ശ്രദ്ധ പതിപ്പിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അനാവശ്യമായി അയ്യപ്പ ഭക്തർ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പദ്ധതിക്കായിട്ടുണ്ട്. വരും വർഷങ്ങളിൽ മാലിന്യമുക്ത ശബരിമല എന്നത് യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പദ്ധതിയുടെ പിന്നണി പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, ശബരിമല.